യുവരാജ്, ഇപ്പോൾ ഈ ഒരു ജമാഅത്തെ ഇസ്ലാമി ഏതെങ്കിലും വിധത്തിൽ ഇത്തരത്തിൽ വർഗീയ ചേരിതിരിവുണ്ടാക്കുന്ന ഏതെങ്കിലും വിധത്തിൽ ഉള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നുണ്ടോ എന്നാണ് ലീഗിന്റെ പ്രതിനിധി ഇപ്പോൾ ചോദിക്കുന്നത്. എന്ത് പറ്റി മുസ്ലിം ലീഗിന്? ഒന്നുകൂടി ഒന്ന് വ്യക്തമാക്കാം. ക്ലിയർ ആയില്ല അദ്ദേഹം പറഞ്ഞത് മുഴുവൻ എനിക്ക് ബ്രേക്ക്. അതായത് ഷാക്കിർ പറയുന്നത് ഈ ജമാഅത്തെ ഇസ്ലാമിയെ അങ്ങനെ മാറ്റി നിർത്തേണ്ട കാര്യം എന്താണ്? അവർ ഇവിടെ ഏതെങ്കിലും വിധത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ടോ? രാജ്യദ്രോഹ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ടോ? ഈ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം മുന്നോട്ട് വെക്കുന്നതൊക്കെ നിരാകരിച്ചുകൊണ്ട് അത് മാറ്റി നിർത്തിക്കൊണ്ടാണ് ഈ മുസ്ലിം ലീഗിന്റെ പ്രതിനിധി സംസാരിക്കുന്നത്. BJP എങ്ങനെയാണ് അതിനെ കാണുന്നത്? ജമാഅത്തെ ഇസ്ലാമിയോടുള്ള ലീഗിന്റെ കാഴ്ചപ്പാടിൽ മാറ്റം വന്നു എന്ന് കരുതുന്നുണ്ടോ? അല്ല, മാറ്റം വരാൻ എന്തായിരിക്കുന്നത്? പണ്ട് അവർ പുറമേക്ക് ഒരു നിലപാടെടുത്തിരുന്നു എന്നുള്ളത് മാത്രമല്ലേ ഉള്ളൂ. എന്താണ് ജമാഅത്തെ ഇസ്ലാമിയെ മാറ്റി നിർത്തുക എന്നൊക്കെ ഉള്ള നിലപാട് പണ്ട് അവരെടുത്തിരുന്നത് പുറമേക്കായിരുന്നു എന്നുണ്ടെങ്കിൽ എന്താണ് ഇപ്പോൾ അത് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകണം. അകമേ അതിന് പിന്തുണ കൊടുത്തിരുന്നു. ഇപ്പോൾ അകമേ അവർ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം പുറത്തേക്ക് പറയാൻ വേണ്ടിയിട്ട് തയ്യാറാകുക. അതിനകത്ത് എന്താണ് ഇത്ര വലിയ അത്ഭുതം ഇരിക്കുന്നത്? നമുക്കിതിനകത്ത് വലിയ അത്ഭുതം. രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആൾക്കാർക്ക് ഇതിനോട് എന്താണ് അത്ഭുതം തോന്നേണ്ടത്? ഈ മൗദൂദിയൻ ആശയങ്ങൾ വലിയ അപകടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന UDF-ന്റെയും കോൺഗ്രസിന്റെ നേതാക്കള് പുറമേക്കുണ്ടായിരുന്നു. അകത്ത് അവര് അടിയിൽ കൂടി അണ്ടർഗ്രൗണ്ട് ഡീലിങ്സ് നടത്തുന്നു, ചർച്ച നടത്തുന്നു എന്നൊക്കെ ഉള്ള കാര്യങ്ങള് എല്ലാവർക്കും പൊതുസമൂഹത്തിന് ധാരണയുള്ളപ്പോൾ പോലും ഏറ്റവും കുറഞ്ഞ പക്ഷം പുറമേക്കെങ്കിലും മൗദൂദിയൻ ആശയങ്ങൾ വലിയ അപകടമാണെന്നും മതരാഷ്ട്രവാദം ഉയർത്തുന്ന ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള സംഘടനകൾ വലിയ കുഴപ്പമാണെന്നും ഒക്കെ അവർ പുറമേക്ക് പറയാൻ വേണ്ടിയിട്ടെങ്കിലും ഒരു കാലഘട്ടത്തിൽ തയ്യാറായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതുൾപ്പെടെ മാറ്റി വെച്ചുകൊണ്ട് അതൊരു വലിയ പരസ്യ സഖ്യത്തിലേക്ക് തന്നെ അവർ പോവുകയാണ് എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൊതുസമൂഹം സന്തോഷിക്കുകയാണ് വേണ്ടത്. കാരണം ഈ ആട്ടിൻ തോലിട്ട ചെന്നായിയെ നമ്മൾ കാണണ്ടല്ലോ. ചെന്നായായിട്ട് തന്നെ നമുക്ക് കാണാമല്ലോ. ആട്ടിൻ തോലങ്ങ് മാറ്റി വെച്ചിട്ട് ചെന്നായ നമ്മുടെ മുന്നിലേക്ക് യഥാർത്ഥത്തിൽ വരികയാണ്. അപ്പോൾ ഇത് ചെന്നായ തന്നെയാണ് എന്ന് എല്ലാവർക്കും കാണാമല്ലോ. മറ്റേത് നമ്മൾ കുറെ പേരോടെങ്കിലും ഇത് ചൂണ്ടിക്കാണിച്ചിട്ട് ഇത് ചെന്നായാണ്, ആട്ടിൻ തോൽ ഇട്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോഴേ അല്ലല്ല അത് ആടാണ്, കണ്ടില്ലേ മുഖത്തുള്ള തോല് കണ്ടില്ലേ എന്ന് പറഞ്ഞെങ്കിലും കുറെ പേര് ഇവരെ വിശ്വസിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ അതിനുള്ള സാഹചര്യം ഉണ്ടാകുന്നില്ല. പിന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ പേര് മാത്രമല്ലല്ലോ, SDP-യുടെ പേരെന്താ? മുസ്ലിം ലീഗുകാരൻ വിഴുങ്ങിയോ? അദ്ദേഹത്തിന് അറിയില്ലേ SDP-യുടെ പേര് പറയുന്നുണ്ടെന്ന്? SDP പറയുന്ന വിധ്വംസക പ്രവർത്തനങ്ങളിലൊന്നും ഏർപ്പെടാത്ത മാടപ്രാവുകളുടെ സംഘടനയാണ് എന്നാണോ പറഞ്ഞു വരുന്നത്? പോപ്പുലർ ഫ്രണ്ട് ഇന്ത്യയിലെ നിരോധിക്കപ്പെട്ട സംഘടനയാണ്. പോപ്പുലർ ഫ്രണ്ട് ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടിരിക്കുന്നത് ഇന്ത്യക്കകത്ത് നടത്തിയിട്ടുള്ള ഏതെങ്കിലും ജമാഅത്തെ ഇസ്ലാമി എന്ന കൊടിക്കീഴിൽ വരുന്ന കൊടിക്കീഴിൽ വരുന്ന എല്ലാ സംഘടനകളെയും അങ്ങനെ ഉൾപ്പെടുത്താം. SDPI ഉണ്ട്, വെൽഫെയർ പാർട്ടി ഉണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ലല്ല ഞാനൊന്ന് പറയട്ടെ, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് മാത്രമല്ലല്ലോ ഇന്നിപ്പോ CP ജോൺ പറഞ്ഞിരിക്കുന്നത് SDPI-യുമായും സഹകരിക്കണമെന്നാണ് UDF-ന്റെ നേതാവ് പറഞ്ഞിരിക്കുന്നത്. അതിനാണ് അദ്ദേഹം താത്വികമായിട്ടുള്ള വാദം ഉന്നയിച്ചിരിക്കുന്നത്. എന്താണ്? അവര് മതരാഷ്ട്രവാദം ഉയർത്തുന്നവരാണെന്നുണ്ടെങ്കിലും അവര് റാഡിക്കൽ ഫോഴ്സസ് ആണ് എന്നുണ്ടെങ്കിലും അവരുമായി ചേരണം, അവരുമായി സഖ്യം ചെയ്യണം എന്നാണ് UDF-ന്റെ നേതാവ് CP ജോൺ പറഞ്ഞിരിക്കുന്നത്. നീ അദ്ദേഹം UDF-ന്റെ നേതാവല്ല എന്ന് ശ്രീ ഷാക്കിറിന് അഭിപ്രായം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അവരുമായി ഒക്കെ സഖ്യം ചെയ്യണം എന്നാണ്. പോപ്പുലർ ഫ്രണ്ടിനെ എന്തിനാണ് ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്നത്? പോപ്പുലർ ഫ്രണ്ടിനെ ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്നതിന്റെ കാരണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ലോകത്ത് നിരോധിക്കപ്പെട്ടിട്ടുള്ള സംഘടനകളുമായി ചേർന്ന് സഖ്യത്തിൽ ഏർപ്പെട്ട് പ്രവർത്തിച്ചു എന്നുള്ള റിപ്പോർട്ടിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ്. അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏതെങ്കിലും ആക്രമണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, ലോകത്ത് നിരോധിക്കപ്പെട്ടിരിക്കുന്ന ബംഗ്ലാദേശിൽ ഉൾപ്പെടെ റൂട്ടഡായിട്ട് കിടക്കുന്ന ഈ പറയുന്ന തീവ്രവാദ സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിച്ചതിന്റെ പേരിലാണ് പോപ്പുലർ ഫ്രണ്ട് 2 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ നിരോധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അപ്പോ ആ പോപ്പുലർ ഫ്രണ്ടിന്റെ ആ SDPI-യുടെ പിന്തുണ നേടുന്നത്, ആ പിന്തുണയോടുകൂടി തിരഞ്ഞെടുപ്പിനെ നേരിടുവാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു മതേതരത്വ പ്രവർത്തനം എന്നുള്ള നിലയിലാണ് CP ജോൺ പറഞ്ഞിരിക്കുന്നത്. അതിന് അങ്ങനെ പറയുന്നതിനകത്ത് സത്യസന്ധമായിട്ട് ഞാൻ പറയുകയാണ്, ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയിൽ എനിക്ക് വലിയ സന്തോഷം മാത്രമേ ഉള്ളൂ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് കേരളത്തിൽ നിലനിൽക്കുന്ന മതേതരത്വം എന്ന് കുറെ പേരെങ്കിലും കണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട്.
കേരളത്തിലെ പ്രബുദ്ധ മതേതരത്വത്തെ കുറിച്ചിട്ട് വലിയ ക്ലാസ്സുകളും വലിയ തിയററ്റിക്കൽ ഗീർവാണങ്ങളും ഒക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണല്ലോ. ഓരോരുത്തരുടെ ഉള്ളിൽ ഇരിപ്പ് ഇത്ര മാത്രമേ ഉള്ളൂ. എങ്ങനെയെങ്കിലും അധികാരത്തിലെത്തണം, അധികാരത്തിലെത്തുവാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന റാഡിക്കൽ ഫോഴ്സസുമായിട്ട് സഖ്യം ചേർന്നതിന് ശേഷം അതൊരു മതേതരത്വം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊരു വാദം മുന്നോട്ട് വെച്ചാൽ മാത്രം മതി. കേരളത്തിൽ അതും ചെലവാകുന്നേ. അതാണ് നമ്മൾ കണ്ടുവരുന്നത്. യെസ്.